കോഴിക്കോട് നഗരത്തിലെ കാരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണിപ്പോൾ നമ്മളിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയൊരു സ്കൂളായിരുന്നു. വിശേഷിച്ച് ഇവിടുത്തെ പണ്ടുകാലത്ത് ഒരുപാട് കുട്ടികൾ പഠിച്ച വിദ്യാലയമായിരുന്നു. പക്ഷേ പിന്നീട് ഇവിടുത്തെ അസൗകര്യങ്ങളും അനാകർഷകമായ അന്തരീക്ഷമൊക്കെ കാരണം കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു. ആരും വിദ്യാർത്ഥികളെ സ്കൂളിൽ ചേർക്കാതായി. അങ്ങനെ കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഒരു സവിശേഷ വിദ്യാലയ വികസന പദ്ധതിയായിട്ടുള്ള പ്രിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ വികസിപ്പിച്ചത്. പ്രതിഭാവിശേഷത്തിനും വളർന്ന് വികസിക്കാൻ അരങ്ങൊരുക്കുന്ന ഒരു അന്തരീക്ഷ സൃഷ്ടിയാണ് വിദ്യാലയത്തിൻ്റെ വികസനം എന്നതുകൊണ്ട് പ്രിസം പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ സൗകര്യവും സൗന്ദര്യവും സാങ്കേതിക വിദ്യയും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു അന്തരീക്ഷ സൃഷ്ടിയാണ് ഇവിടെ യഥാർത്ഥത്തിലുണ്ടായത്. ആദ്യം കുറേ ഞങ്ങൾ ബുദ്ധിമുട്ടിനി. അവിടെ ഷെഡ് കെട്ടിയപ്പോൾ അവിടെ കുട്ടികൾ വന്ന് ലൈൻ നിൽക്കലേന് വിറക് കത്തിക്കലേന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കത്തിക്കാൻ വിറകിലേറ്റൊക്കെ ഞങ്ങൾ പെറുക്കി കൊണ്ടുവന്ന് കത്തിക്കലൊക്കെ ആയിരുന്നു. മക്കൾ മുറ്റത്ത് ഇങ്ങനെ വെയിലത്ത് നിന്ന് ലൈനിൽ നിന്ന് വാങ്ങിക്കൊണ്ടാകലേന്. എന്നിട്ട് മക്കൾ അവിടുന്ന് മുറ്റത്തുനിന്ന് അവിടെ നിന്നൊക്കെ തിന്നലായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇരുന്ന് തിന്നാൻ ടേബിളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് ക്യാമ്പസിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ പുസ്തകങ്ങൾ കാണാം എല്ലാ ഭാഗത്തുനിന്നും. പ്രകൃതിയിലേക്ക് തുറന്ന ലൈബ്രറിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ച തന്നെ കുട്ടികൾക്ക് വായനയ്ക്ക് പ്രചോദനം ഉണ്ടാക്കുന്ന വിധത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അവർക്ക് ഓടിക്കളിക്കാനും ഒളിച്ചിരിക്കാനും ഒഴുകി നടക്കാനും ഒക്കെയുള്ള സ്പേസുകളാണ്. അങ്ങനെ സ്പേസിൻ്റെ സവിശേഷ രീതിയിലുള്ള ഒരു സമന്വയമാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസ് രൂപകൽപ്പനയിലൂടെ ആർക്കിടെക്ട്സ് നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മുത്തുപോൽ കഴുകിയ തുലിയുടെ മീനും പിടിച്ചതും പിടിച്ചതും ചെളിയിൽ കളിച്ചതും ഓർമ്മ തന്നെ ഒളിയും കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെയധികം മാറിയിട്ടുണ്ട്.
ഞങ്ങളുടെ ഒരു കുട്ടി പോലും സ്കൂളിൽ ഗ്ലാസ് പൊട്ടിക്കുകയോ അതുപോലെ ചുമരിൽ എഴുതി വയ്ക്കുക അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. കാരണം കുട്ടികളെല്ലാം ഇത് സ്വന്തം സ്കൂളായിട്ടങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓരോ കാര്യം അവർ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇത് എൻ്റെ സ്കൂളാണ് എന്ന് ഓരോ കുട്ടിയും അഭിമാനിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഞാനിപ്പോ പുറത്തെവിടെങ്കിലും പോയി ഏത് സ്കൂളാണെന്ന് ആരെങ്കിലും ചോദിച്ചാല് കാരപ്പറമ്പ് സ്കൂളാണ് എന്ന് പറയുമ്പോ എന്താണ് അവര് പറയും സ്കൂള് കാരപ്പറമ്പ് സ്കൂളൊക്കെ ഇപ്പൊ അടിപൊളിയായല്ലോ, പണ്ട് ഇങ്ങനെ നല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയും. ഈ ഒരു അന്തരീക്ഷം യാഥാർത്ഥ്യമായതോടുകൂടെ തന്നെ ഇവിടുത്തെ കുട്ടികളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായി. ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കൂടുതലായിട്ട് വന്നു. നേരത്തെ എല്ലാവരും അവഗണിച്ചിരുന്ന ഈ വിദ്യാലയത്തിൽ ധാരാളമായി കുട്ടികൾ വന്നു ചേരുന്നു. രക്ഷാകർത്താക്കളുടെ ആത്മവിശ്വാസം, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനുള്ള അവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വലിയ നിലയിൽ വർദ്ധിച്ചു. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പോലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അവരുടെ എന്താണ് അധ്യാപനം എന്ന് പറഞ്ഞൊരു ധർമ്മം നിർവഹിക്കുമ്പോൾ അവരുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ ഒരു വലിയ മാറ്റം വന്നു. അപ്പോൾ ഈ ക്യാമ്പസിൽ നിന്നിപ്പോൾ കേവലം പരീക്ഷയെ പാസ്സാവുന്ന കുട്ടികൾ മാത്രമല്ല ഉണ്ടാകുന്നത്. പല മേഖലകളിൽ പ്രതിഭ തെളിയിക്കുന്ന കുട്ടികൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്.